വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഒരു കണ്ടൻറ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടോ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു കണ്ടൻറ്റ് ചൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ഞാൻ ജസ്റ്റ് പറഞ്ഞു തുടങ്ങാം. അതായത് ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. കൂടുതലും മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങണം എന്നുള്ളത്, അല്ലെങ്കിൽ മോട്ടോ വ്ളോഗിങ് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സെർച്ച് ചെയ്യുക ഗൂഗിളിലായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കും. കാരണം വെച്ചാൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ ഗാഡ്ജറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണം, എന്തൊക്കെ സെറ്റിങ്സ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും സെർച്ച് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴും ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഒരു ബിഗിനർ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഒന്നിനും കണ്ടില്ല. അതാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗാഡ്ജറ്റ്സ് ആണ്. അതായത് നമ്മൾ ഏത് ക്യാമറ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് മൈക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒന്നിലധികം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ Insta360 ആയാലും GoPro ആയാലും DJI ആയാലും അങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലേത് ചൂസ് ചെയ്യണം? അതായത് ഞാനിപ്പോൾ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ 3 ക്യാമറസും ഒന്നിലൊന്ന് മെച്ചമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ 3 ക്യാമറ എടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാമറയിലും ഏകദേശം 4K 30 FPS അല്ലെങ്കിൽ 4K 60 FPS എന്നുള്ള രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ക്യാമറാസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാരിറ്റിനെ കുറിച്ചൊരു കൂടുതൽ സംസാരിക്കുന്നില്ല. നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു യൂസർ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലുള്ള ക്യാമറ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിൽ തന്നെ ആദ്യമായിട്ട് വരുന്നൊരു സംഭവമാണ് ഇൻസ്റ്റാളേഷൻ. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏത് ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് അത് ഹെൽമെറ്റിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു മൗണ്ട് വേണം. ആ മൗണ്ട് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോട്ടോവൈബ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഹെൽമെറ്റ് ഏത് മോഡലാണോ ആ മോഡൽ തന്നെ സെർച്ച് ചെയ്ത് അതിന് പറ്റിയ മൗണ്ട് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ല എങ്കിൽ 3mm സ്റ്റിക്കർ ഇവിടെ സ്യൂട്ടാണ്ട് നിൽക്കുകയും നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ഇളകി പോരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും അത് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ള മോൾഡ് ജസ്റ്റ് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുക. കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാടുണ്ടാവും നമ്മുടെ ബെൽറ്റ് ടൈപ്പ് മൗണ്ട്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും, അത് ഇന്ന ഹെൽമെറ്റിന് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല, ഏത് ഹെൽമെറ്റിന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് അത്രേ പ്രൈസും വരുന്നുള്ളൂ. അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വിന്നോയ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെൽറ്റ് പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പുറത്ത് വരുന്ന സമയത്ത് എയർ ഉള്ളിലേക്ക് അടക്കാനും മൈക്കിൽ കൂടുതലും വിന്നോയ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ പ്രിഫർ ചെയ്യാറുള്ളത് നമുക്ക് ആ ഒരു മൗണ്ട് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഇതുപോലത്തെ ബെൽറ്റ് ടൈപ്പ് യൂസ് ചെയ്യാതിരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ GoPro ഇതിൻ്റെയൊക്കെ പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് GoPro ഒന്നിക്ക് നമുക്ക് ഡയറക്റ്റ് മോഡിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ നമുക്ക് ആംഗിൾ കറക്റ്റ് ആവുന്നില്ല എന്നാണെങ്കിൽ നമുക്കൊരു മൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൗണ്ട് ഉണ്ട്. ആ മൗണ്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്ക്രൂ ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ മൗണ്ട് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചോ, ഒരു ലോങ് ട്രാവലിൽ ഒന്നിൽ കൂടുതൽ മൗണ്ട്, അതായത് ഒന്നിൽ നമ്മൾ ക്യാമറേൻ്റെ മൗണ്ട്, അതായത് ഹെൽമെറ്റിൽ വെക്കുന്ന മൗണ്ട്, രണ്ടാമത്തത് നമ്മൾ ഇതുപോലുള്ള വണ്ടിയിൽ വെക്കുന്ന മൗണ്ട്. ഈ മൗണ്ട് നമുക്ക് മാറി മാറി ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ക്രൂ അഴിച്ച് അതിൽ നിന്ന് എടുത്ത് പിന്നെയും ഇവിടെ വെച്ച് ഫിക്സ് ചെയ്ത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് DJIയും Insta360യും ഒരു ഡിഫറൻസ് വരുന്നത്.
ഇവർക്ക് വരുന്നൊരു സംഭവമാണ് മാഗ്നറ്റിക് മൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു അഡ്വഞ്ചർ കോംബോ എടുക്കുകയാണെങ്കിൽ, അതായത് DJIൻ്റെ ഒരു അഡ്വഞ്ചർ കോംബോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 മാഗ്നറ്റിക് മൗണ്ട് വരുന്നുണ്ട്. ആ മാഗ്നറ്റിക് മൗണ്ട് ഒന്ന് നമ്മുടെ ഹെൽമെറ്റിലും സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുക, രണ്ടാമത് ഇവിടെയും സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ പിന്നീട് അയക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ ഒരു ക്ലിപ്പ് അഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്യാമറ കയ്യിൽ കിട്ടും. അത് നമുക്ക് ഓരോ സ്ഥലത്ത് മാറ്റി മാറ്റി വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുകയാണെങ്കിൽ DJI ക്യാമറ തന്നെ ആയിരിക്കും നമ്മുടെ GoPro വെച്ച് നോക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ കാര്യമാണ്, ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൈക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു മോട്ടോ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ് മൈക്ക് എന്ന് പറയുന്നത്, മൈക്ക് കണക്ടിവിറ്റി. അതിലും നമുക്ക് DJIൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ മൈക്ക് മിനി, അതായത് മൈക്ക് മിനി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ആയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ GoPro നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. GoProയിൽ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കിപ്പോൾ ഒരു ചാർജിങ് പോർട്ടാണ് ഉള്ളത്, സി ടൈപ്പിൽ നിന്ന് നമുക്കൊരു 3.5 mm ജാക്ക് വെച്ച് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററി വെളിയിൽ പോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഏകദേശം അതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5000-6000 രൂപയോളം വരുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതായത് ആ മീഡിയ മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വയർഡ് ആയിട്ടുള്ളതോ മൈക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾറെഡി GoProന് തന്നെ അത്യാവശ്യം ഒരു വെയിറ്റ് ഉണ്ട്. മീഡിയ മോഡും അതിൻ്റെ റിസീവറും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബൾക്കായിട്ട് തോന്നും നമ്മുടെ ഹെൽമെറ്റിന് മുന്നിൽ. അതായത് DJI ക്യാമറ വെച്ച് നോക്കുമ്പോൾ DJI ക്യാമറയിൽ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു മൗണ്ടും ക്യാമറയും പിന്നെ നമ്മുടെ മൈക്കാണ്, അതായത് ഉള്ളിലാണ് മൈക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു യൂസർ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ DJI മൈക്കും DJI ക്യാമറയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ GoPro വെച്ച് നോക്കുകയാണെങ്കിൽ. ഞാൻ ഒരു ബിഗിനറിൻ്റെ കേസാണ് കേട്ടോ പറയുന്നത്, ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരു സംഭവത്തിനല്ല. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് മൈക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ സൈഡിൽ കൊടുക്കാം എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുകയും ചെയ്യാം. അതായത് ഞാൻ പൊതുവേ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് മിനി വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബാക്കിലൊരു മാഗ്നറ്റിക് പീസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്ത് കൂടുതൽ വിന്നോയ്സ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു സ്ഥലം നമ്മൾ ഹെൽമെറ്റിനകത്ത് ചൂസ് ചെയ്യുക. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഭാഗത്ത് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു മാഗ്നറ്റിക് പീസ് അതിൽ പ്ലേസ് ചെയ്ത് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് കൂടുതൽ അങ്ങനെ വിന്നോയ്സോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ വരില്ല. പിന്നെയുള്ളൊരു കാര്യമാണ്, യൂട്യൂബിൽ ആണ് നിങ്ങൾ കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം. അതായത് നമ്മളിപ്പോൾ ഒരു നല്ല ട്രാവൽ വ്ളോഗ് ചെയ്ത് അതായത് എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് നല്ല നല്ല സോങ്സൊക്കെ ആഡ് ചെയ്തെന്ന് തന്നെ വെച്ചോ, അത് കോപ്പി റൈറ്റ് എടുക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മൾ മറ്റൊരാളുടെ മ്യൂസിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കോപ്പി റൈറ്റ് വരും. അത് ഫസ്റ്റ് ടൈമൊന്നും പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾക്കൊരു യൂട്യൂബിൽ നിന്നൊരു ഇൻകം വരാൻ തുടങ്ങി, അതായത് മോണിറ്റൈസേഷൻ ആയി എന്നുള്ള സമയത്ത് ഇതൊക്കെ കൂടി കോപ്പിറൈറ്റ് അടിച്ച് അതില്ലാതാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മുടെ പുറത്തു നിന്നുള്ള മ്യൂസിക് യൂസ് ചെയ്യാതിരിക്കുക. ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ ഒരുപാട് നോ കോപ്പിറൈറ്റ് മ്യൂസിക്സ് ഉണ്ട്. അതായത് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക, അതിൻ്റെ തന്നെ ഏറ്റവും താഴത്തുള്ള ഓപ്ഷൻ ഉണ്ട് യൂട്യൂബ് മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം. അതായത് അതിലുള്ള എല്ലാ മ്യൂസിക്കുകളും നമുക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ കാര്യം തന്നെ നോക്കാം, എഡിറ്റിംഗ് ആൻഡ് എക്സ്പോർട്ടിങ്. അതായത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്. അതായത് നമ്മളൊരു ബിഗിനർ എന്ന നിലയിൽ ഒരു ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഫോണിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ക്യാപ് കട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത്, അതാണ് ക്യാപ് കട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ക്യാപ് കട്ട് തന്നെ യൂസ് ചെയ്ത് എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ഫോണാണ് എങ്കിൽ, നല്ലൊരു പ്രൊസസ്സറുള്ള ഫോണാണെങ്കിൽ 4K 60 FPS തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഒന്നുകിൽ 2Kയിലോ ഇല്ലെങ്കിൽ 1080pയിലോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും നല്ലത് നമുക്ക് 4Kയിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ചെയ്യാൻ പറ്റാത്ത ഫോണാണ് കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ലാപ്ടോപ്പ് കാര്യങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതല്ല ലാപ്ടോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഇൻഫോർമേഷൻസാണ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. എല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് തന്നെ അത് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് കണക്ട് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ വീഡിയോസ് വേറെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറെ തന്നെ ചെയ്യാം. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻറ്റ്സ് ഇനിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.